ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വലിയ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ റെഗുലർലി പോകുന്ന ഒരു റൂട്ടീൻ. പിന്നെ അതിൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഇന്ന് ഞങ്ങളുടെ ഫ്രഷേഴ്സ് ആണ്. അതെ, ആഫ്റ്റർ 4 months ഓഫ് കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ഞങ്ങളുടെ ഫ്രഷേഴ്സ്. അതെ, കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെ, ഇനി അതും കൂടെ ഞങ്ങളപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതെ അതെ, നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുൾ ഇന്നലെ എല്ലാവരും ഭയങ്കര പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. നോമ്പായതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ വെച്ചേ, നാളെ മുതൽ ചിലപ്പോൾ നോമ്പാവുമല്ലോ. അപ്പോൾ അത് കാരണം ഇന്നലെ ഒരു ദിവസം കൊണ്ട് എല്ലാവരും കൂടെ കൊണ്ട് ഡാൻസ് പഠിക്കുന്നു, ഇതൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു പ്രിപ്പറേഷനായിരുന്നു ഇന്നലെ ഫുൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഔട്ട്കം എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞങ്ങളിപ്പോൾ ക്ലാസ്സിലെത്തി, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഇല്ല. എല്ലാവരും ജസ്റ്റ് എന്താ ചെയ്യുന്നത് കണ്ടോ, അവരവരുടേതായ ലോകങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു 250 കുട്ടികളാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. എന്തുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തത്? നിങ്ങൾ ന്യൂസിലും അതിലൊക്കെ കണ്ടുണ്ടാവും. മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് OP ബഹിഷ്കരിക്കുകയാണ്, ക്ലാസ് ബഹിഷ്കരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പുറത്തുള്ളവർ കാണുന്നത് എങ്ങനെയാണ്? ഓർക്ക് ശമ്പളം കിട്ടുന്നില്ല, ഓരെന്താ ഒരു വരണം, ഒരു ശരിക്കും സർവീസ് അല്ലേ ചെയ്യേണ്ടത്, എന്നിട്ട് ഒരു ശമ്പളം കിട്ടാത്തതിന് ഒരു ചെയ്യുന്ന പണി ഒഴിവാക്കാണോ? അങ്ങനെയാണ് പുറത്തുനിന്നുണ്ടാവുന്ന ടോക്ക്. പക്ഷെ നിങ്ങൾക്ക് അറിയോ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്? അപ്പോൾ നമുക്കിപ്പോൾ ക്ലാസ്സസ് ആയിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ KGMCTയുടെ സ്ട്രൈക്ക് നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് ആയിട്ടില്ല. എല്ലാവരും ടീച്ചേഴ്സൊക്കെ നമുക്ക് PDF ആയിട്ട് നോട്ട്സൊക്കെ അയച്ചു തരിക. അപ്പോൾ അത് നോക്കി നമ്മൾ പഠിക്കാം, സെൽഫായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ എക്സാംസൊക്കെ കുറേ എണ്ണം മാറ്റി വെച്ച ഒരു സിനാരിയോ ഒക്കെ എന്നിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പേരെങ്കിലും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എന്നറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആക്ച്വലി കോവിഡ് സമയത്ത് എന്താ പറയുക, ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തിരിക്കണം. അതായത് രാവും പകലും എന്നല്ലാതെ മൊത്തം ബാക്കി എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും അത്രയും റിസ്ക് എടുത്തിട്ടും ഇവർ അത്രത്തോളം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവർക്ക് ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തൊരു സാധനമായിരുന്നു ഇവരെ സാലറി കൂട്ടും, ആ സമയത്ത് എക്സ്ട്രാ വർക്ക് ചെയ്തതിനുള്ള ഒരു ഇത് കൊടുക്കുന്നത്. പക്ഷെ അത് ഇതുവരെ ഒരു വേണ്ടി കൊടുത്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾക്ക് സമരം ചെയ്യുന്നതിൽ പെട്ട ഒരു കാര്യമാണിത്. അത് കുറേ കാലമായി ഒരു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ അതിന് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഇനി ഒരു പോയിന്റിനകത്ത് ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ടൈമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള ഹൈക്കും ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, ഇൻക്രിമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആകെ ഇത് കൊടുക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഒരു സമരം നടക്കുന്നത്. അതൊരു പോയിന്റ് മാത്രം കേട്ടോ. അവരാണ് ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന അവരും കൂടാണ്. ശരിക്കും അത് ഗവൺമെന്റ് എന്തോ ഒരു അവഗണന കാണിക്കുന്ന പോലെയല്ലേ തോന്നുന്നത്? നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്യേണ്ട സർവീസാണ്, നിങ്ങൾക്ക് തരൂല എന്നുള്ള അങ്ങനെ ഇതുപോലെ തോന്നിപ്പോ. കാരണം എല്ലാ സെക്ടറിലും വർക്ക് ചെയ്യുന്നവർക്കും കൊടുത്ത്, പക്ഷെ ഡോക്ടേഴ്സിന് മാത്രം അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് 2016 മുതൽ KGMCT അതിന് സ്ട്രൈക്ക് വിളിക്കുന്നുണ്ട്, KGMCT അതിന് വേണ്ടി പൊരുത്തുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അതിനൊരു അനുമായിട്ടുള്ള ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിൽ പുതിയ 2 മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തു, കാസർഗോഡും വയനാടും. നീറ്റിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും അഡ്മിഷൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ആവേശവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം അത്രയും നല്ല ടഫായിരുന്നല്ലോ കഴിഞ്ഞ നീറ്റൊക്കെ. അപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സർക്കാർ 2 പുതിയ മെഡിക്കൽ കോളേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 സീറ്റ് വീതമല്ലേ, 50 സീറ്റ് വീതം 100 പുതിയ ആളുകൾക്കും കൂടെ അഡ്മിഷൻ കിട്ടുകയെന്ന് പറയുമ്പോൾ അത് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഒരു ആശ്വാസം ഇരുന്ന വാക്കുകളായിരുന്നു. പക്ഷേ അവിടുത്തെ അവസ്ഥകൾ ശരിക്കും മനസ്സിലാക്കണം. അവിടെ ഒരു പുതുതായിട്ട് കോളേജുകൾ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. അവിടെ ഒരു പുതിയ പോസ്റ്റോ അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനോ പുതിയ പ്രൊഫസേഴ്സിനോ ഒന്നും എക്സ്ട്രാ നിയമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഡെയിലി 3 മണിക്കൂർ ഡിസക്ഷൻ ഹാളാണ്. ഈ ഡിസക്ഷൻ ഹാളിൽ ഡിസക്റ്റ് ചെയ്ത് തന്നെ പലതും ഞങ്ങൾ മറന്നു പോകുന്നുണ്ട്. അത് കണ്ടുപഠിച്ചിട്ട് തന്നെ ചിലത് മറന്നു പോകുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ബോഡിയേ ഇല്ല. ഇവിടുന്ന് ഞങ്ങൾ ചെയ്ത് വെച്ച സ്പെസിമെന് കൊണ്ടുപോയിട്ടാണ് അത് കണ്ടു പഠിക്കുക ചെയ്യുന്നത്. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ലാബുകളൊന്നും തന്നെ ഫുൾ റെഡി ആയിട്ടില്ല. ഇത്
തീരെ ഫെസിലിറ്റീസ് ഇല്ല. വെറുതെ ഒരു കെട്ടിടം, മെഡിക്കൽ കോളേജിൽ ഒരു ബോർഡും നോക്കി 50 കുട്ടികൾക്ക് സീറ്റും കൊടുത്തു. അത്രയേ ഉള്ളൂ അവിടെ. ശരിക്കും ആ കുട്ടികളുടെ ഭാവി വെച്ചിട്ടാണ് കളിക്കുന്നത്. ഞങ്ങളെ പോലെ തന്നെ 5 വർഷം MBBS പൂർത്തിയാക്കി ഇതേ ഒരു കരിക്കുലം അവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ അതാണ് സർക്കാർ, ആ കുട്ടികളുടെ ഭാവി വെച്ചിട്ടാണ് സർക്കാർ കളിക്കുന്നത്. പിന്നെ അതുപോലെ അവിടേക്ക് ഇടുന്ന പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ഇന്ന് അതിന് പകരം ഇവിടെ എക്സ്ട്രാ ആൾ ആഡ് ആക്കുക അതും ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് ഈ നമ്മളെ ഡിസക്ഷൻ ഹാളിൽ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഇൻചാർജുള്ള സാറായിരുന്നു അഖിൽ സാറിനാണ് സാറിനെയാണ് ജനുവരി മുതൽ കാസർഗോഡിലേക്ക് സാറ് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഞങ്ങളെ ഇൻചാർജ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാർക്കും ഭയങ്കര വിഷമമായി, ഞങ്ങൾക്കും ഭയങ്കര വിഷമമായി. സാറിനെ കാസർഗോഡിലേക്ക് ട്രാൻസ്ഫർ ഇട്ടു. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിന് ഇവിടുത്തത് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, മഞ്ചേരി ഈ 3 മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സിനെ തന്നെ ഇവർ വയനാട്ടിലേക്കും കാസർഗോഡിലേക്കും മാറ്റുന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. എന്നാൽ അതിന് പകരം ഇവിടെ പുതിയ ടീച്ചേഴ്സിനെ ആഡ് ആക്കുന്നില്ല. അപ്പോൾ അത് ആരൊക്കെ ബാധിക്കില്ലേ? ഞങ്ങളുടെ അക്കാദമിക്സിനെ ഇവിടുത്തെ സിസ്റ്റത്തിനെ മൊത്തം അത് ബാധിക്കും. ഇവിടെ ഉള്ള ഡോക്ടേഴ്സിൻ്റെയും എഫിഷ്യൻസി അത് കുറയ്ക്കുകയും ചെയ്യാം. കാരണം അവരും കൂടി എക്സ്ട്രാ വർക്ക് ഇവർ ചെയ്യേണ്ടി വരും. അപ്പോൾ മര്യാദ ഇവർക്കും ഓവർലോഡാണ്, അവിടേക്ക് ചെല്ലുന്ന പ്രൊഫസേഴ്സിനും അത് ഓവർലോഡാണ്. കാരണം അവിടെ അത്രയും ചെയ്യേണ്ടത് ഇവർ ഒരു 1-2 ആളുകൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ 150 കുട്ടികളായ സമയത്ത് ഇവിടെ 5 അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റുകൾ ഇനിയും ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങളെ ബാച്ചിൽ 250 കുട്ടികളുണ്ട്. ഇപ്പോഴും സ്റ്റിൽ 5 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സേ ഉള്ളൂ. ഈ ഇത്രയും കുട്ടികൾ കൂടി 5 അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഇവിടുന്ന് എടുത്തിട്ടാണ് ടീച്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ബാക്കി കോളേജിൽ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രൊഫസേഴ്സിൻ്റെ കുറവാണ്. എന്നിട്ട് പോസ്റ്റ് കൂട്ടുന്നില്ല, ഉള്ള പ്രൊഫസേഴ്സിനെ ബാക്കിയുള്ളവർക്ക് ട്രാൻസ്ഫർ ആക്കുകയും ചെയ്യാം. ഇനി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് അത്ര വലിയ ഇമ്പാക്റ്റ് നമുക്ക് ആസ് സ്റ്റുഡൻസ് ഉണ്ടാവുന്നില്ല. പക്ഷേ ഇനി ഞങ്ങളുടെ ഫെർദർ ഇയേഴ്സിലേക്ക് നമുക്ക് ക്ലിനിക്സും അങ്ങനെയൊക്കെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡോക്ടേഴ്സിനെ ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പേഷ്യൻറ്റ് ഇൻലോഡ് ഭയങ്കര അധികം കൂടുതലാണ്. അപ്പോൾ ആ പേഷ്യൻസിന് കിട്ടുന്ന സർവീസും അതനുസരിച്ച് കുറഞ്ഞു പോകും. അതേപോലെ നമുക്ക് സ്റ്റുഡൻസിനും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ലിമിറ്റേഷൻസ് അതിനനുസരിച്ച് തന്നെ കൂടുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ പരിമിത ഫലം അനുഭവിക്കുക എന്നുള്ളത് അത് ഈ ജനങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ വിചാരിക്കുക ഡോക്ടറിനെ ബാധിക്കുന്ന പ്രശ്നമില്ല, അവർ ചെയ്യേണ്ട സേവനമാണ് അങ്ങനെ പറയും. ഇപ്പോൾ ഈ നടക്കുന്ന ന്യൂസിൻ്റെ ഇവർ ചെയ്യുന്ന സ്ട്രൈക്കിൻ്റെ ഒക്കെ അടിയിട്ട് കമൻറ്റ് ബോക്സിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അവഗണനയാണ് ജനങ്ങൾ ഡോക്ടറോട് കാണിക്കുന്നതല്ല. എന്നവർ നമ്മളോട് ഡോക്ടറിൻ്റെ അടുത്തേക്കാം. പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇതിൻ്റെ ഒരു വശം, വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ഡോക്ടേഴ്സായിട്ട് പുറത്ത് വരുമ്പോൾ ആരും തന്നെ ഗവൺമെൻറ് സെക്ടറിലേക്ക് വരില്ല. കാരണം 5-10 വർഷം പഠിച്ചിട്ട് കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ എല്ലാവരും നോക്കുക നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെറും ഒക്കെ സർവീസ് ആ ഒരു മൈൻഡിൽ തന്നെ എല്ലാവരും വന്നത്. പക്ഷേ അതിലുപരി നമുക്ക് ജീവിക്കണം, ഡോക്ടേഴ്സിനെ ജീവിക്കണം, അവർക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവർക്കും എന്തായാലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ആരും തന്നെ ഗവൺമെൻറ് സെക്ടറിലേക്ക് വരില്ല, എല്ലാവരും പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകും, അല്ലെങ്കിൽ അബ്രോഡിലേക്ക് പോകും. അപ്പോൾ നമുക്കെന്നെ അറിയാം പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും എത്രത്തോളം വ്യത്യാസമാണ് ചികിത്സയ്ക്കും മരുന്നിനും ബാക്കി സ്കാനിങ്, എക്സ്റേ എന്തോരം ചിലവാണ്, രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറയും, ആരും ഗവൺമെൻറ് സെക്ടറിലേക്ക് വരാതാവും, എല്ലാവരും അബ്രോഡിലേക്ക്. ഇപ്പം തന്നെ അബ്രോഡിൽ പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിന് ഭാവിയിൽ വളരെയധികം കൂടുകയേ ചെയ്യുള്ളൂ. അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടത് നമ്മുടെ ജനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക. ഇപ്പോൾ കൂടെ നിന്നിട്ടില്ലെങ്കിലും അവരെ എതിർക്കാതിരിക്കുക. അപ്പം നമുക്ക് നിലവിൽ ക്ലാസ്സസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സസ് ആയിട്ട് അങ്ങനെ നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഡിസെക്ഷന് പോകണം. ഡിസെക്ഷനിലും എന്താന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമ്മൾ സ്വയം എന്തെങ്കിലും കണ്ടെത്താം, ഇതായിരിക്കും അതാവണം ആയിരിക്കും. അതെ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ഫാക്കൽറ്റീസ് മാത്രമാണ് വരിക, ബാക്കി മിക്കവാറും എല്ലാവരും ഈ ഒരു KGMCT ഉണ്ടാവും. അതെ, പ്രൊഫസേഴ്സൊക്കെ അവരുടെ പറഞ്ഞ കാര്യമില്ല. കാരണം അവരെ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ബേസിക് നീഡ്സ് ആണ് അവർ തീർച്ചയായിട്ടും. അപ്പൊ നമുക്കും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയൊരു ഐഡിയ ഇല്ല. നമ്മളും എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു, എന്തൊക്കെയോ നമ്മൾ അതിനകത്ത് നിന്ന് കാണുന്നു, നമ്മൾ സ്വയമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസെക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ അറ്റൻഡൻസ് എന്നിട്ട് ഉണ്ട്. അതായത് ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാവരും ഞങ്ങളിപ്പോൾ വന്ന് ഇരിക്കുക, അവിടെ വെറുതെ ഇരിക്കുക, ഓരോരുത്തരുടെ പണി ചെയ്യുക, കുറച്ച് പേര് റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെ പലരും പല രീതിയിൽ. അതെ, അപ്പൊ ഇതൊക്കെ അത് പറഞ്ഞ അപ്പൊ ഇതൊക്കെ ഭയങ്കര നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെയും എഫക്റ്റ് ചെയ്യും. ഇനി അങ്ങോട്ടേക്കും നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉടനെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇന്ന് ഞങ്ങളുടെ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് നാളെയാണ് ഇപ്പോൾ ഈ ആഴ്ച ഫുൾ ബയോകെമിസ്ട്രി എല്ലാ ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഡി ബാച്ചിൽ നാളെയാണ് വരുന്നത്. പക്ഷെ ഇന്ന് വൈകുന്നേരം എന്താണ് ഫ്രഷേഴ്സ് 5 മണി മുതൽ രാത്രി ഫുൾ അതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് നാളത്തെ എക്സാമിൽ പഠിക്കണ്ടേ, ഞങ്ങളിപ്പോൾ കുറച്ച് നേരം പഠിക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ അപ്പോൾ ചോദിക്കുന്ന കാര്യമാണ് സ്റ്റഡി ഗ്രൂപ്പിൽ ചെയ്യുമോ അല്ലെങ്കിൽ പഠിക്കുന്നൊക്കെ വ്ലോഗാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഇതും കൂടെ ഇതിനകത്ത് ആഡ് ആക്കാൻ. ഒരാൾ ഡയഗ്രാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉപജ്ഞാതാവ് ഇതൊക്കെയാണ് ഞങ്ങളുടെ കലാപരിപാടി. ഞാൻ ഇതാണ് ഫസ്റ്റ് വരച്ചത്. ഞാൻ വരച്ചല്ല കേട്ടോ, അങ്ങനെയുണ്ട്, അതും കൂടെ പറയണം. ഞാൻ വരച്ചല്ല, അത് ഓളല്ല വെച്ചത്. കണ്ടോ കണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ വർക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്. കുറേ ഡയഗ്രാമുകൾ വരയ്ക്കാനുണ്ടാവും. ഇതിന്നൊക്കെ എഴുതാനൊക്കെ കുറേ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ആ ലാബിൽ ചെല്ലുന്നു, കുറച്ച് 2 മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം ലാബ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് വേഗം ചെയ്ത് തീർക്കുക, അതിനുശേഷം വേഗം ഇരുന്ന് എഴുതാം. അപ്പോൾ ബയോകെമിസ്ട്രി എഴുതാനൊരു ഭാരമായിട്ട് തോന്നാറില്ല. അപ്പം ഇതിന് കൂടെ തന്നെ വേഗം ചെല്ലും. അപ്പം ഞങ്ങൾ പഠിക്കാൻ പോകാം. സെക്ഷനിൽ പോണതിന് മുന്നേ കിട്ടിയ ഒരു 10 മിനിറ്റിൽ നടക്കുന്ന ഡാൻസ് പ്രാക്ടീസ് ആയിട്ട് പോയി കാണുന്നത്. കണ്ടില്ലത് പറ ഡാൻസ് ഒക്കെ സെറ്റായോ? ആയിക്കൊണ്ടിരിക്കണോന്ന്. ഗോപിക എങ്ങനെയുണ്ട് ഡാൻസ് പ്രിപ്പറേഷനൊക്കെ? പാട്ടുകാരിയാ, ശരിയാണല്ലോ അല്ലേ? ഏത് പാട്ടാ പാടണേ? സോ ഇതാണ് നമ്മുടെ കോളേജിലെ കഫേ കേട്ടോ, കഫേ 52 ഗൈസ്. അപ്പം ഡിസെക്ഷൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇതെന്താ ഈ പുറകിലൊക്കെ കച്ചറാണ്. പക്ഷെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ഓക്കെ, സ്റ്റെപ്പ് കയറാനുള്ള മടി മനസ്സിലായില്ലേ? സോ നമ്മുടെ ലിഫ്റ്റൊക്കെ ഇറങ്ങി ഡിസെക്ഷൻ ഹാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിസെക്ഷൻ ഹാളിൽ നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇനി 2 hours ഡിസെക്ഷന് ശേഷം എല്ലാവരും വലിയ ഓട്ടത്തിലാണ്. എന്നുവെച്ചാൽ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് എത്തുക, വേഗം ഫുഡ് കഴിക്കുക, പിന്നെ അടുത്തത് തിരിച്ചു വരാം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇന്നുണ്ടായിരുന്നത് ഹിസ്റ്റോളജി ലാബായിരുന്നു. ഹായ് ഗൈസ്, അപ്പം എന്തായാലും ഞങ്ങളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനിയല്ല ക്ലാസ് കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്രഷേഴ്സിന് വേണ്ടി പോവാണ് കേട്ടോ. 5:30 എന്ന് പറഞ്ഞത് ഏകദേശം 6:30 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഗൈസ്, ഞങ്ങള് മറ്റേ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ ഇന്നത്തെ തീം എന്താണെന്നറിയോ? റെട്രോ തീം. ആകെ ഞാനൊഴിച്ച് എനിക്ക് തോന്നുന്നത് കുറേ പേര് തന്നെ നോക്കൂ നമ്മുടെ ഗോപികനെ നോക്കൂ. അങ്ങനെ കുറേ പേര് തന്നെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അറിയൂ, ഹായ്, എന്താണ് അഭിപ്രായം? പറയൂ. ഷീസ് ന്യൂ ടു മൈ വ്ലോഗ്. ഇതാണ് നമ്മുടെ ഹീര. ഇത് റെട്രോ തീം അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, അത്രേ ഉള്ളൂ. പ്രോഗ്രാമിന്റെ സ്ട്രെസ്സിലാണോ? ഫസ്റ്റ് വരുന്നത് ഡി ബാച്ചിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ
മുന്ന ഹായ് പറ. സനുഷ പോസ് ചെയ്യൂ. ഓ ഹായ് പറ. കാർത്തിക് സോ ഇന്നത്തെ പ്രോഗ്രാം മൊത്തം നമ്മുടെ 69th ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ കുറേയധികം ഡാൻസ്, പാട്ടുകൾ, സ്കിറ്റ്, അങ്ങനെ കുറേ ഇൻട്രോ പെർഫോമൻസസ്, അങ്ങനെ കുറേയധികം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തീർന്നപ്പോൾ കുറേയധികം നേരമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് DJ ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. Thank you.